പ്രിയപ്പെട്ട പഠിതാക്കളെ നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ ക്ലാസ്സിൻ്റെ അവസാനത്തോടു കൂടി നിങ്ങൾക്ക് മലയാള വാക്യം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്നതിൻ്റെ പ്രധാന സൂത്രം മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കണം എന്നാണ് എൻ്റെ മോഹം. ആ ഒരു ശുഭാപ്തി വിശ്വാസതയാണ് ഞാൻ ഈ ക്ലാസ് ആരംഭിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായി കാര്യങ്ങൾ പഠിക്കാം. നമ്മൾ എവിടെയാണ് ക്ലാസ് നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? കർമ്മത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ് നിർത്തിയത്. എന്താണെന്ന് കർമ്മമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒരു പ്രവൃത്തി ആരെയാണോ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിക്ക് ആരായാണോ വിധേയമാകുന്നത്, അല്ലെങ്കിൽ പാത്രീഭവിക്കുന്നത്, അതാണ് കർമ്മമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് ആരെ എന്നതിന് ചോദ്യത്തിന് ഉത്തരമായി വരുന്ന ഭാഗമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ആരെ എന്ന് മാത്രമല്ല, എന്ത്, എന്തിനെ എന്ന ചോദ്യത്തിന് ഉത്തരവും ഈ കർമ്മമാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. നിങ്ങൾ ശ്രദ്ധിക്കുക. പാമ്പ് തവളയെ വിഴുങ്ങി. പാമ്പ് തവളയെ വിഴുങ്ങി എന്ന വാചകം ശ്രദ്ധിക്കുക. ഇതിൽ വിഴുങ്ങി എന്നുള്ളതാണ് ക്രിയ എന്ന് നിങ്ങൾക്ക് അറിയാം. അതിൽ യാതൊരു തർക്കവുമില്ല. അത് ചെയ്തത് പാമ്പ്, അത് കർത്താവാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇത് പാമ്പ് എന്നുള്ളത് കർത്താവാണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. വിഴുങ്ങി എന്നുള്ളത് ക്രിയ ആണ് എന്നും പഠിച്ചു കഴിഞ്ഞു. പക്ഷേ സബ്ജക്റ്റ്, ഇത് വെർബ്. ഇത് രണ്ടും നമുക്ക് ഉറപ്പായി കഴിഞ്ഞുള്ള കാര്യമാണ്. ഇനി നിങ്ങൾക്ക് അതിൽ യാതൊരു സംശയം ഉണ്ടാകില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നോക്കുക, ഈ വിഴുങ്ങിയ എന്ന ക്രിയയ്ക്ക് വിധേയമായത് എന്താണ്? എന്ത് ജീവിയാണ്? തവള അല്ലേ? തവളയെ എന്ന ഭാഗത്തെയാണ് നമ്മൾ ഓബ്ജക്റ്റ് അഥവാ കർമ്മം എന്ന് പറയുക. ഇതും കർമ്മമാണ്, ഓബ്ജക്റ്റ്. അപ്പോൾ തവള എന്ന ഭാഗം എന്താണ്? ഈ വാചകത്തിലെ കർമ്മമാണ്. ഇത് എന്തിനെ എന്നുള്ള ചോദ്യമാണ്. അതായത് ഒരു ജീവിയാകുമ്പോൾ നമ്മൾ പറയുക ആരെ എന്നല്ല ചോദിക്കുക, എന്തിനെ എന്നാണ് ചോദിക്കുക. അപ്പോൾ ഒരു വാചകത്തിലെ എന്തിനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി വരുന്ന ഭാഗം എന്താണ്? കർമ്മത്തെ സൂചിക്കുന്ന വാക്യഭാഗമാണ്. അത് കർമ്മമായിരിക്കും എന്നർത്ഥം. അപ്പോൾ ഇത് കർമ്മം എന്നുള്ളത് ഒരാളായിരിക്കണം നിർബന്ധമില്ല. അത് ഒരു ജീവിയാകാം. ഇനി മറ്റൊന്ന് നോക്കുക, അത് ഒരു സാധനവുമാകാം. നിങ്ങൾ നോക്കുക, ഈ ടേബിളുമേ ഒരു പഴം നിങ്ങൾക്ക് കാണാം. ഇന്ന് ഞാൻ ക്ലാസ്സിന് വരും മുമ്പ് ഒന്നും കഴിച്ചില്ല, നല്ല വിശപ്പ്. ഞാനതെടുത്ത് കഴിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ പഴം എടുത്ത് കഴിക്കുകയാണ്. ഇപ്പോൾ പഴത്തിന് സംഭവിച്ചു, പഴം വെറും തൊലിയായി മാറി അല്ലേ? അപ്പോൾ നമുക്ക് അധ്യാപകൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ഉത്തരം പറയുക? അധ്യാപകൻ എന്ത് ചെയ്തു? അധ്യാപകൻ പഴം തിന്നു. എന്തായത് നിങ്ങൾ പറയാം? അധ്യാപകൻ പഴം. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, അധ്യാപകൻ എന്ത് ചെയ്തു എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾ ഉത്തരം പറയുക? അധ്യാപകൻ പഴം തിന്നു. ഇതിൽ ക്രിയ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഏതാണ്? തിന്നു എന്നുള്ളതാണ് ക്രിയ അല്ലേ? ഇതാണ് ക്രിയ. അത് വെർബിനെയാണ് വിയെ കൊണ്ട് ചുരുക്കി എഴുതിയിട്ടുള്ളത്. അധ്യാപകൻ എന്നുള്ളത് നമുക്കറിയാം കർത്താവ് ആണ്, നിങ്ങൾക്കറിയാം അല്ലേ? അഥവാ എസ് സബ്ജക്റ്റിനെ ചുരുക്കിയിട്ടാണ് എസ് എന്ന് ഞാൻ എഴുതുള്ളൂ. അപ്പോൾ എസ് എന്നുള്ളത് സബ്ജക്റ്റാണ്, അഥവാ കർത്താവാണ് നിങ്ങൾ ധരിക്കണം. ഇനി തിന്നു അല്ലേ? അദ്ദേഹം തിന്നു. എന്ത് തിന്നു? അധ്യാപകൻ എന്താ തിന്നേ? പഴം അല്ലേ? ഈ തിന്നു എന്ന ആ പ്രവൃത്തിക്ക് വിധേയമായ വസ്തു എന്താണ്? പഴം. ആ പഴമാണ് ഇതിലെന്ത്? കർമ്മം.
അപ്പോൾ ഇത് ഒന്നാമത്തെ കർമ്മം ആണ്. അതായത് SOV. അതിൻ്റെ ഈ ക്രമത്തിലാണ് മലയാള വാചകങ്ങൾ എന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ കർമ്മമായിട്ട് വന്നുള്ള വസ്തുവാണ്. അതെന്തിൻ്റെ ചോദ്യം? എന്ത് തിന്നു, എന്ത് എന്നൊരു ചോദ്യത്തിന് ഉത്തരമായി വരുന്ന ഭാഗമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആരെ, എന്തിനെ, എന്ത് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവായി വരുന്ന വാക്യഭാഗമാണ് എന്ത്? ഓബ്ജക്റ്റ് എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. ഒരു വാചകത്തിൽ ആ ക്രിയയോടുകൂടി നമ്മൾ ഈ ചോദ്യം ചോദിക്കുക, എന്ത്, എന്തിനെ, അല്ലെങ്കിൽ ആരെ എന്ന് ചോദിച്ചാൽ, അതായത് ഇതിൽ തിന്നു, അതിനോട് കൂട്ടിയിട്ട് എന്ത് ചേർത്ത് പറഞ്ഞു നോക്കിയാൽ എന്ത് തിന്നു? പഴം. അപ്പോൾ പഴമാണ് എന്ത്? ഇതിൽ ഓബ്ജക്റ്റ് എന്നുള്ള. അപ്പോൾ ഓബ്ജക്റ്റ് എന്നുള്ള 3 ചോദ്യങ്ങൾക്ക് ഉത്തരമായി വരുന്നത് ഭാഗമായിരിക്കും എന്ന് മനസ്സിലായല്ലോ. അത് ആ ക്രിയയോടുകൂടി ആ വാചകത്തിൽ ക്രിയ കണ്ടുപിടിക്കുക, ആ ക്രിയയോട് ചേർത്ത് എന്ത് പറയാം നമ്മൾ? ആരെ, എന്ത്, എന്തിനെ, ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് ഒരു ചോദ്യം ചോദിച്ചാൽ എന്തുത്തരമായി വരുന്നുവോ ആ വാക്യഭാഗമാണ് എന്ത്? ഓബ്ജക്റ്റ് അഥവാ വെർബ്. അത് ക്ലിയറായല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ 3 ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒരു വാചകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ. ഈ 3 ഭാഗങ്ങളാണ് ഏറ്റവും ഒരു വാചകത്തിൻ്റെ നിർമ്മിതിയിൽ പ്രധാനപ്പെട്ടത്. ഇതിൻ്റെ സ്ഥാനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതാണ് അതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്ന പോലെ ഒരു വാചകത്തിൻ്റെ മെയിൻ സ്ട്രക്ചർ ഏതാണ്? ഈ 3 വാക്യമാണ്. അതായത് സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. ഈ 3 ഭാഗങ്ങൾ, അതായത് കർത്താവ്, ക്രിയ, കർമ്മം, ഈ 3 ഭാഗങ്ങളാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ അടിസ്ഥാനമായിട്ടാണ്, ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഇംഗ്ലീഷിലെ വാചകങ്ങൾ എഴുതേണ്ടത് എന്നുള്ളതാണ്. ആ 3 ഭാഗ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആകെ ഒന്നേ പഠിക്കാനുള്ളൂ, ഒരു വാക്യഭാഗമേ പഠിക്കാനുള്ളൂ. അതിൻ്റെ പേര് അഡ്വർബിയൽസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. എന്താണ് ഇംഗ്ലീഷിൽ പറയുക? അഡ്വർബിയൽസ്. അഡ്വർബിയൽ. ഈ അഡ്വർബിയൽസിന് ക്രിയാവിശേഷണ വാക്യഭാഗങ്ങൾ എന്ന് പറയാം. എന്താണ് അതിനെ ജനറലായിട്ട് പറയുക? ക്രിയാവിശേഷണ വാക്യഭാഗങ്ങൾ എന്നാണ് പറയുക. അതിൽ ചിലപ്പം നാമാവിശേഷണ വാക്യഭാഗങ്ങളും ചെറുത് ഇടയ്ക്ക് കയറി വരാറുണ്ട്. അത് വളരെ റെയറായിട്ടാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ അത്രയ്ക്കും ഗവനിക്കാറില്ല. മൊത്തത്തിൽ പറയുക അഡ്വർബിയൽസ് എന്നാണ്, ഒരു വാക്യഭാഗമാണ്. എന്താണ് അഡ്വർബിയൽസ്? ഞാൻ ചുരുക്കി പറയാം. ഇതിനെ വിശദമാക്കി പിന്നീട് ഞാൻ എടുക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പൊതുവായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ വിശദമായ പഠനം നമുക്ക് പിന്നീട് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ചുരുക്കി നമുക്ക് പറയാം. ഇതിനെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ക്രിയാവിശേഷണ വാക്യഭാഗങ്ങൾ. എന്താ പറയുക? ക്രിയാവിശേഷണ വാക്യഭാഗങ്ങൾ. അപ്പോൾ ക്രിയാവിശേഷണ വാക്യഭാഗങ്ങളാണ് അടുത്തത്. അപ്പോൾ 3 പഠിച്ചു കഴിഞ്ഞാൽ 4ാമത്തെ വാക്യഭാഗം ഏതെന്ന് വെച്ചാൽ ക്രിയാവിശേഷണ വാക്യഭാഗം. എന്താണ് ക്രിയാവിശേഷണ വാക്യഭാഗം എന്ന് ചോദിക്കുകയാണെങ്കിൽ ക്രിയയുടെ വിശേഷത വിവരിക്കുന്ന വാക്യഭാഗം. ഏതൊരു ക്രിയയ്ക്കും വിശേഷതയുണ്ട്. ആ വിശേഷത വിവരിക്കുന്ന വാക്യഭാഗമാണ്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ഉത്തരം പറയുക? ഞാൻ ഒരു ക്ലാസ്സിൽ ചോദിച്ചപ്പോൾ പലരും പറഞ്ഞു ചിലവർക്ക് ജോലി കിട്ടിയത്, ചിലവർക്ക് നല്ല മാർക്കോട് കൂടിയിട്ട് +2 പാസ്സായത്, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്നോട് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിറന്ന് ഇവിടെ വീണതാണ്. ഈ ഭൂമിയിൽ നിങ്ങൾ പിറന്ന് വീണതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സംഭവം എന്നാൽ ഞാൻ പറയും. ബാക്കി സംഭവം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ പിറന്ന് വീണത്. അതുകൊണ്ടാണ് പിറന്നാൾ ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും ആളുകൾ പിറന്നാൾ ആഘോഷിക്കുന്ന കാരണം എന്താ? ഏറ്റവും വലിയ സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ അതാണ്.
അതുകൊണ്ട് തന്നെ അത് രേഖപ്പെടുത്തി വയ്ക്കും. എന്തിൽ? മിക്കവാറും ആളുകൾ രേഖപ്പെടുത്തി ജാതകത്തിൽ. നിങ്ങൾ ആരെങ്കിലും ജാതകം വായിച്ചിട്ടുണ്ടോ? ജാതകത്തിൽ എന്താണ് രേഖപ്പെടുത്തുക? അതിൽ നിങ്ങൾ എന്ന് പിറന്നു എന്നുള്ളത് എഴുതി വയ്ക്കും. എപ്പോൾ, ഏത് വർഷം, ഏത് മാസം, ഏത് നാളിൽ, ഏത് നക്ഷത്രത്തിൽ നിങ്ങൾ പറന്നു എഴുതി വയ്ക്കും സമയം. അപ്പോൾ ഏതൊരു സംഭവം നടക്കുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സംഭവം എന്താണ്? നിങ്ങൾ ജനിച്ചതാണ്. അപ്പോൾ ആ സംഭവം രേഖപ്പെടുത്തുമ്പോൾ എന്ത് എഴുതി വയ്ക്കും? എപ്പോൾ എന്നുള്ളത് എഴുതി വയ്ക്കും, എവിടെ എന്നുള്ളതും എഴുതി വയ്ക്കും. അപ്പോൾ ഏതൊരു സംഭവം നടക്കണമെങ്കിൽ സമയം വേണം. സമയമില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും കാര്യങ്ങളൊന്നും സമയമില്ലാതെ ജീവിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊന്ന് പറയുക. ഒരു കാര്യവും സമയമില്ലാതെ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഏതൊരു ക്രിയ ചെയ്യുന്നുവെങ്കിലും അതിനെന്ത് വേണം? ഏതൊരു ക്രിയയ്ക്കും സമയം വേണം. അപ്പോൾ എപ്പോൾ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി വരുന്ന ഒരു ഭാഗം എപ്പോഴും ഒരു വാചകത്തിൽ ഉണ്ടാകും. പിന്നെ ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും സ്ഥലം വേണം. സ്ഥലമില്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? എനിക്ക് എഴുതണമെങ്കിൽ ബോർഡ് വേണം, പാകം ചെയ്യണമെങ്കിൽ അടുക്കള വേണം, കളിക്കണമെങ്കിൽ കളം വേണം, കുളിക്കണമെങ്കിൽ കുളം വേണം, ഇരിക്കണമെങ്കിൽ ഇടം വേണം, അല്ലേ? അല്ലാതെ നമുക്ക് എന്തിനും എന്ത് വേണം? ഒരു സ്ഥലം വേണം. അപ്പോൾ ഏതൊരു ക്രിയ ചെയ്യണമെങ്കിലും സ്ഥലം വേണം. അപ്പോൾ ഏതൊരു ക്രിയ നടക്കണമെങ്കിലും എവിടെ എന്ന് പറയണം. പിന്നെ ഏതൊരു ക്രിയ ചെയ്യുമ്പോഴും ഒരു രീതിയുണ്ട്. നമ്മൾ ഒരു കാര്യം പതുക്കെ പറയാം. ഞാൻ വളരെ പതുക്കെ ക്ലാസ് എടുക്കും, നിങ്ങൾ കേൾക്കൂ? ഇല്ല. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നത് പതുക്കെ ആവാം, ഞാൻ സംസാരിക്കുന്നത് പതുക്കെ ആവാം, ഞാൻ ചെയ്യുന്ന ക്രിയ പതുക്കെ ആവാം, അല്ലെങ്കിൽ ഉറക്കെ ആവാം. എനിക്ക് സംസാരിക്കുന്നതിൻ്റെ ഉറക്കെ സംസാരിക്കാം, ഇല്ലേ? അപ്പോൾ സംസാരിക്കുന്നു എന്ന ക്രിയ പതുക്കെ ചെയ്യാം, അതുപോലെ തന്നെ ഉറക്കെ ചെയ്യാം. അപ്പോൾ എങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നു അതിന് രീതിയുണ്ട്. അത് ആ ക്രിയയുടെ പ്രത്യേകതയാണ്. ആ പ്രത്യേകത വിവരിക്കുന്നതാണ് ഏത് രീതിയിൽ ചെയ്യുന്നു എന്നുള്ളത്. അത് ഒരു ക്രിയാവിശേഷമാണ്. അപ്പോൾ ഒരു ക്രിയ എപ്പോൾ ചെയ്യുന്നു, എവിടെ വെച്ച് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്ന് വിവരിക്കുന്ന ഒരു വിശേഷിപ്പിക്കുന്ന ആ ക്രിയയുടെ വിശേഷത വ്യക്തമാക്കുന്ന ഭാഗങ്ങൾ ഒരു വാചകത്തിലുണ്ടാകും. ആ വാക്യഭാഗങ്ങളെ പറയുന്ന പേരാണ് ക്രിയാവിശേഷണങ്ങൾ. എന്താണ്? ക്രിയാവിശേഷണങ്ങൾ. ഓടുന്നു, വേഗത്തിലോടുന്നു, സാവധാനം ഓടുന്നു, അല്ലേ? മുയൽ വേഗത്തിലോടുന്നു പറയാം. മുയലിന് വേഗത്തിൽ. അപ്പോൾ ഓടുന്നു. എങ്ങനെ ഓടുന്നു മുയൽ? വേഗത്തിൽ. ആ ഓടുന്നതിൻ്റെ വിശേഷത വ്യക്തമാക്കുകയാണ്. അപ്പോൾ വേഗത്തിൽ എന്നുള്ളത് ഒരു ക്രിയാവിശേഷണമാണ്. അപ്പോൾ എങ്ങനെ എന്നുള്ളത് ഒരു ക്രിയയോടുകൂടി എങ്ങനെ ചെയ്യുന്നു ചോദിക്കുന്ന ഭാഗം ക്രിയാവിശേഷണമാണ്. എപ്പോൾ ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത് ക്രിയാവിശേഷണമാണ്. എവിടെ വെച്ച് ചോദിക്കുന്നു എന്നുള്ളത് ക്രിയാവിശേഷണമാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായി വരുന്ന ഭാഗങ്ങളെല്ലാം ക്രിയാവിശേഷണങ്ങളാണ്. അപ്പോൾ ക്രിയാവിശേഷണങ്ങൾ ഏത് ചോദ്യോത്തരമായി വരുന്നതാണ്? എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച്, അല്ലെങ്കിൽ എങ്ങനെ, എവിടെ വെച്ച്, എപ്പോൾ എന്ന ചോദ്യത്തിന് ഉത്തരമായി വരുന്ന ഭാഗമാണ് ക്രിയാവിശേഷണം. ചെറിയ ഐഡിയ കിട്ടിയല്ലോ? അപ്പോൾ വൃദ്ധയെ കൊലപ്പെടുത്തി. എവിടെ വെച്ച്? വീട്ടിൽ വെച്ച്. അപ്പോൾ വീട്ടിൽ വെച്ച് എന്നുള്ളത് ക്രിയാവിശേഷണമാണ്. എങ്ങനെ കൊലപ്പെടുത്തി? മൃഗീയമായി കൊലപ്പെടുത്തി, അല്ലെങ്കിൽ ക്രൂരമായി കൊലപ്പെടുത്തി. എങ്ങനെ കൊലപ്പെടുത്തി? മൃഗീയമായി. അത് ആ മൃഗീയമായി എന്നുള്ളത് ക്രിയാവിശേഷണമാണ്. എപ്പോൾ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അതും ക്രിയാവിശേഷണമാണ്. അപ്പോൾ ക്രിയാവിശേഷണം എന്നുള്ളത് എന്താണെന്ന് മനസ്സിലായില്ലല്ലോ? അപ്പോൾ ഒരു വാക്യത്തിന് 4 ഭാഗങ്ങളാണ് ഉള്ളത്. അത് ഒന്ന് കർത്താവായി വരുന്ന വാക്യഭാഗം, കർമ്മമായിട്ട് വരുന്ന വാക്യഭാഗം, ക്രിയയായിട്ട് വരുന്ന വാക്യഭാഗം, ക്രിയാവിശേഷങ്ങളായി വരുന്ന വാക്യഭാഗം. അങ്ങനെ 4 എണ്ണം. ഈ 4 വാക്യഭാഗങ്ങൾ ആണ് ഉള്ളത്. അവ
ഇംഗ്ലീഷിൻ്റെ ക്രമത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്യമായി. എന്താണ് ഇംഗ്ലീഷ് വാക്യത്തിൻ്റെ ക്രമം എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. ആ ക്രമമാണ് ഞാൻ പറയാൻ പോകുന്നത്. സബ്ജക്റ്റ് ആദ്യം എഴുതണം, ഒരു തർക്കവുമില്ല. രണ്ടാമത് വെർബ് എഴുതണം. മൂന്നാമത് ഓബ്ജക്റ്റ് എഴുതണം. നാലാമത് അഡ്വർബ് എഴുതണം. അപ്പോൾ ഈ ക്രമത്തിൽ ആണ് നിങ്ങൾ ഏതൊരു വാചകവും അടുക്കേണ്ടത്. മനസ്സിലായ? ഏതൊരു വാചകവും ഈ ക്രമത്തിൽ അടുക്കി പറഞ്ഞാൽ ഇംഗ്ലീഷായി. ഇത്രയേ ഉള്ളൂ ഇംഗ്ലീഷിൻ്റെ പഠിക്കാൻ. വാക്യഭാഗങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ ക്രമത്തിൽ അടക്കുക. ഇംഗ്ലീഷിൻ്റെ വാക്യഭാഗങ്ങൾ പറയേണ്ട ക്രമം ഇതാണ്. ഈ ക്രമത്തിൽ അവയുടെ ഇംഗ്ലീഷാ പറഞ്ഞാൽ ഇംഗ്ലീഷായി കഴിഞ്ഞു ഇംഗ്ലീഷിൻ്റെ പഠനം. അപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. അപ്പോൾ ഇനി നമുക്ക് മലയാളത്തിൽ നിന്ന് ഒരു വാക്യം ഇംഗ്ലീഷിലേക്ക് എങ്ങനെ മാറ്റുമെന്നതിൻ്റെ പ്രധാന സൂത്രം എന്താണെന്ന് നോക്കാം. ഞാനൊരു വാചകം ഇംഗ്ലീഷിൽ മലയാളത്തിൽ എഴുതാം. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് കാമുകൻ വൃദ്ധയെ കൊലപ്പെടുത്തി എന്ന വാചകം നിങ്ങൾ നോക്കുക. ഈ ആദ്യമായി ഇതിങ്ങനെയൊരു വാചകം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? വാക്യഭാഗങ്ങളെ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇതിൽ ആദ്യം നമുക്ക് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. വി എന്നുള്ളത് നമുക്കറിയാം. വെർബ് എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞതാണ്. ചെയ്ത ആൾ കർത്താവ് എസ് ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആരെ എന്നുള്ളത് വൃദ്ധ എന്നുള്ളത് ഓ ചെല്ലാണ്. എപ്പോൾ കൊലപ്പെടുത്തി? വെർബ് ഈ കൊലപ്പെടുത്തി എന്ന ക്രിയ എപ്പോൾ ചെയ്തു? അത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇത് അഡ്വർബാണ്. ADV എന്താ പറയുക? അപ്പോൾ ഇത് അഡ്വർബാണ്. കാരണം എപ്പോൾ ചെയ്തു അത് എന്ന ചോദ്യം അഡ്വർബാണ്. അത് അഡ്വർബിനെ കുറിച്ച് വിശദമായിട്ട് പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് ഒന്നുകൂടി കൂടുതൽ വ്യക്തമാവും. അത് മാത്രം എടുത്ത് ഞാൻ പ്രത്യേക ക്ലാസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ നക്കാനെ നമുക്ക് എപ്പോൾ എന്ന ചോദ്യത്തിന് ഉത്തരം അഡ്വർബാന്ന് മനസ്സിലാക്കുക. അതായത് ഒരു ക്രിയ നമുക്ക് പലതരത്തിൽ ചെയ്യാം ഇല്ലേ? ഞാൻ ഉണരുന്നു. എപ്പോൾ ഉണരുന്നു? നേരത്തെ ഉണരുന്നു. അതിരാവിലെ ഉണരുന്നു. 8 മണിക്ക് ഉണരുന്നു. അപ്പോൾ ഉണരുന്നു എന്ന പ്രകൃതി വളരെ പലതരത്തിൽ ചെയ്യാം, പല സമയത്ത് ചെയ്യാം. എപ്പോൾ ചെയ്യുന്നില്ല അത് ആ ഇതിൻ്റെ പ്രത്യേകതയാണ് അല്ലേ? പുലർച്ചെ ഉണരുന്നു. ആ പുലർച്ചെ എന്നുള്ളത് ഉണരുന്നു എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. നീ എപ്പോഴാണ് ഉണരുക? ഞാൻ 8 മണിക്ക് ഉണരുന്നു. അപ്പോൾ 8 മണിക്ക് എന്നുള്ളത് എന്താണ്? ആ ഉണരുന്നതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ എപ്പോൾ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഒരു ക്രിയയുടെ പ്രത്യേകത വിവരിക്കുന്നതാണ്, വിശേഷത വിവരിക്കുന്നതാണ്. അതുകൊണ്ട് എന്താണത്? വിശേഷണമാണ്. അത് ക്രിയാവിശേഷണമാണ്. അത്തരം കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് ക്രിയാവിശേഷം അഡ്വർബാണ്. അഡ്വർബിന് മൊത്തത്തിൽ എ എന്നെഴുതിയാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വാചകത്തെ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇത് ഇംഗ്ലീഷിനൊരു ക്രമമുണ്ട്. മലയാളത്തിലെ ക്രമത്തിന് വലിയ പ്രാധാന്യമില്ല. പക്ഷേ ഇംഗ്ലീഷിൽ ഈ ക്രമത്തിന് പ്രാധാന്യമുണ്ട്. ഇംഗ്ലീഷിൽ ഇതിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ ഇംഗ്ലീഷിൽ ഒറ്റ ക്രമം ഉള്ളൂ. സ്ഥാനത്തിന് ഇമ്പോർട്ടൻസ് ഉള്ള ഭാഷയാണ്. ആദ്യം എസ് എഴുതണം. അതിൽ കാമുകൻ എന്നുള്ളത് ആദ്യം എഴുതണം. ഇംഗ്ലീഷ് ഏത് വാചകത്തിലും സബ്ജക്റ്റ് ആദ്യം എഴുതുക. രണ്ടാമത് ഓബ്ജക്റ്റ്. കാമുകൻ അല്ല ഈ വെർബ് കൊലപ്പെടുത്തി. വൃദ്ധയെ മൂന്നാമത്. പിന്നെയാണ് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നുള്ളത്. കുറച്ച് കൊല്ലങ്ങൾക്ക് മുൻപ്. ഇത് അവസാനം. അപ്പോൾ ഇതാണ് മലയാളത്തിൻ്റെ ഓർഡർ ഇതാണ്. കുറച്ച് കൊല്ലങ്ങൾ മുമ്പ് കാമുകൻ വൃദ്ധയെ കൊലപ്പെടുത്തി. അത് ഇംഗ്ലീഷിലാക്കുമ്പോൾ ഏത് വേണം? ഫസ്റ്റ് ഏത് വരണം? സബ്ജക്റ്റ് വരണം. രണ്ടാമത് വെർബ് വരണം. മൂന്നാമത് ഓബ്ജക്റ്റ് വരണം. കണ്ടോ? എസ് വി ഒ എ അതാണ് അഡ്വർബ് വരണം. ഈ ഓർഡർ. അതായത് സബ്ജക്റ്റ് ആദ്യം, അതായത് വെർബിന് മുമ്പിൽ എന്ത് വരണം? സബ്ജക്റ്റ് വരണം. വെർബിന് ശേഷം ഓബ്ജക്റ്റ് വരണം. അതായത് കർമ്മം ശേഷവും കർത്താവ് മുൻപിലും വരണം എന്നുള്ളതാണ്
അതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഈ മൂന്നും കഴിഞ്ഞതിന് ശേഷം ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ കള്ളിയിലിട്ടുള്ളത്. ഈ കള്ളിയിലിട്ടിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇതിലും ഒരിക്കലും മാറ്റാൻ പാടില്ല. അതിന് ശേഷം ഇതൊക്കെ അഡ്വർബുകൾ. മനസ്സിലായ? അതിന് ശേഷം ലാസ്റ്റ് അഡ്വർബുകൾ. ഇത് കഴിഞ്ഞതിന് ശേഷം, അതായത് സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം അവസാനം എന്ത് ചെയ്യുക? അഡ്വർബുകൾ. അത് ഒന്നല്ല, കുറേ പാടുണ്ടാവും. അഡ്വർബുകൾ 5, 6, 7, 8 ഒക്കെ ഉണ്ടാവും. ഒരു വാചകത്തിന് നീളം കൂടുന്നത് അഡ്വർബുകൾ കാരണമാണ്. അത് ലാസ്റ്റ്. ഇത് മൂന്നും ആണ് മെയിനായിട്ടുള്ളത്. അതിന് ശേഷം അത് എഴുതുക. അതിന് ശേഷം ഓരോ ഭാഗത്തിനെയും തർജ്ജമ ചെയ്ത് കാമുകൻ ലവർ, ലവർ കിൽ, മർഡേഡ്, ഇതിൻ്റെ ഇംഗ്ലീഷ്. ഇനി അടുത്ത് വൃദ്ധയെ ഓൾഡ് ലേഡി ആൻഡ് സം ഇയേഴ്സ് അഗോ, സം ഇയേഴ്സ് അഗോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് ഇംഗ്ലീഷായി. ലവർ, മർഡേഡ്, ദ ഓൾഡ് ലേഡി, സം ഇയേഴ്സ് അഗോ എന്ന് എഴുതിയാൽ കറക്റ്റ് ഇംഗ്ലീഷായി. ഇതാണ് ഇംഗ്ലീഷ് എഴുതുന്നതിൻ്റെ പ്രധാന രഹസ്യം. അതായത് മലയാള വാക്യം കിട്ടി കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ ക്രമത്തിൽ ആദ്യം ചിട്ടപ്പെടുത്തുക. അതിന് ശേഷം ഓരോ ഭാഗത്തിൻ്റെയും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എഴുതി കഴിഞ്ഞാൽ തെറ്റില്ലാത്ത ഇംഗ്ലീഷായി. ഇത്രയുള്ള ഇംഗ്ലീഷ് എഴുതാൻ പഠിക്കാനായിട്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ തരാനേ ഇന്ന് പറ്റുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി വിശദമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് നമുക്ക് ഇന്ന് ഇത്രയിൽ അവസാനിപ്പിക്കാം. വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒന്നും കൂടിയും വാക്യത്തിനെക്കുറിച്ച് പഠിക്കാം. അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്ക് ഇവിടെ നന്ദി, നമസ്കാരം, ബൈ.